കടുവയെ പേടിച്ച് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇടുക്കി വണ്ടിപ്പെരിയാറിന് സമീപമുള്ള അരണക്കല്ലിലെ ജനങ്ങൾ. പെരിയാർ കടുവ സങ്കേതത്തിൽ നിന്നെത്തി ജനവാസ മേഖലയിലൂടെ ചുറ്റിത്തിരിയുന്ന കടുവയെ തുരത്താൻ വനം വകുപ്പിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മൂന്നാറിലെ പാമ്പൻമലയിൽ ഭീതി പരത്തിയിരുന്ന കടുവയെ കഴിഞ്ഞ മാർച്ച് 31-നാണ് കൂടുവച്ച് പിടികൂടി പെരിയാർ വന്യജീവി സങ്കേതത്തിലെ ഉൾവനത്തിൽ തുറന്നുവിട്ടത്. ഇവിടെ 22ഓളം പശുക്കളെയാണ് കടുവ കൊന്നൊടുക്കിയത്. കടുവയുടെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ റേഡിയോ കോളറും ഘടിപ്പിച്ചിരുന്നു. ഇതിൽ നിന്നും ലഭിച്ച സിഗ്നൽ പ്രകാരമാണ് കഴിഞ്ഞ 14-ാം തീയതി ജനവാസ മേഖലയായ തങ്കമലയിൽ കടുവ എത്തിയെന്ന് സ്ഥിരീകരിച്ചത്. തുടർന്ന് ഉൾവനത്തിലേക്ക് പോയ കടുവ പിന്നീട് വള്ളക്കടവ്, സത്രം, ഗ്രാമ്പി എന്നിവിടങ്ങളിലെത്തി. നിലവിൽ അരണക്കൽ എസ്റ്റേറ്റിലെ ഹില്ലാഷ് മേഖലയിലുള്ള ചെറുവനത്തിൽ കടുവയുണ്ടെന്ന നിഗമനത്തിലാണ് വനം വകുപ്പ്. കഴിഞ്ഞ ഞായറാഴ്ച അരണക്കൽ സ്വദേശിയായ സൂര്യയുടെ പശുവിനെ കടുവ ആക്രമിച്ചിരുന്നു. ഇതോടെ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ ആശങ്കയിലാണ്. പൂർണ്ണമായിട്ട് ഈ കടുവ ഇവിടെ നിന്ന് ഒളിഞ്ഞു പോയിട്ടില്ല, പൂർണ്ണവും കയറിയിട്ടില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ തൊഴിലാളി, നൂറുകണക്കിന് തൊഴിലാളി, എവിറ്റിംഗ് മാനേജ്മെന്റ്, എവിറ്റിംഗ് എന്ന് പറയുന്ന സ്റ്റേറ്റ് തൊഴിലാളി എല്ലാം പാവപ്പെട്ട തൊഴിലെടുക്കുന്നത്. 100 തൊഴിലാളിക്ക് മേളിൽ പണിയെടുക്കുന്നത് ഈ പിള്ളേർ, സ്കൂളിൽ പോകുന്ന പിള്ളേർ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആശങ്ക, 1 മാസ കാലയളവിൽ ഇവിടെ ഭയങ്കര ആശങ്ക ഉണ്ട്. കടുവയുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന റേഡിയോ കോളർ കീഴ്ഭാഗത്തേക്ക് മറിഞ്ഞിട്ടുണ്ട്. ഇതിനാൽ സിഗ്നൽ ലഭിക്കുന്നില്ല. നിലവിൽ VHF ആന്റിന ഉപയോഗിച്ചാണ് കടുവയുള്ള സ്ഥലം കണ്ടെത്തുന്നത്. കടുവയെ പിടികൂടാൻ വിവിധ മേഖലകളിൽ 20ഓളം ക്യാമറകളും 3 കൂടുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനെ പിടികൂടുവാൻ നമ്മളെ കഴിയുന്ന എല്ലാവിധമായ സൗകര്യങ്ങളും നമ്മൾ നൽകിയിട്ടുണ്ട്. അതിനുള്ള എല്ലാവിധ നിരീക്ഷണങ്ങളും നടത്തി ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, കൂടൊരുക്കിയിട്ടുണ്ട്. അതിന് ബന്ധപ്പെട്ട സാങ്കേതിക നിരീക്ഷണ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ഇതിന്റെ പാതകളൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. 3 സംഘങ്ങളായി തിരിഞ്ഞാണ് വനംവകുപ്പ് കടുവയ്ക്കായുള്ള തിരച്ചിൽ നടത്തുന്നത്. കടുവ കൂട്ടിൽ കയറിയില്ലെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് വനം വകുപ്പിന്റെ ആലോചന. ജനം, ഇടുക്കി.